മനസ്സിൻ്റെ താളം തെറ്റുമ്പോഴാണ് മനുഷ്യന് ഡിപ്രഷൻ എന്ന അസുഖം വരുന്നത്. നമുക്കതിൻ്റെ സൊല്യൂഷൻ എന്താണ് കണ്ടപ്പോൾ ഞാൻ ഹീലിങ്ങിന് പോയി. അവിടെ വെച്ച് എനിക്കൊരു ബുക്ക് കിട്ടി. ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ വായിക്കുന്ന ബുക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിക്കട്ടെ. ഭൂതകാലത്തിൻ്റെ പിടിയിൽ. ഭൂതകാലത്തിന് നമ്മുടെയെല്ലാം മനസ്സുകളിൽ മേൽ ഒരു പിടിയുണ്ട്. എളുപ്പം പൊട്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പിടിയാണിത്. നമുക്ക് കിട്ടുന്ന ഏതുതരം പുതിയ അറിവും ലക്ഷ്യവേദിയിലല്ലാതാകാനുള്ള കഴിവ് ആ പിടിക്കുണ്ട്. പുരോഗമന മലയാള സാഹിത്യത്തിൻ്റെ വക്താവും പണ്ഡിതനും യുക്തിവാദിയുമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു നിരീക്ഷണമാണിത്. വ്യക്തിജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിലും ഇതും ഒരുപോലെ ബാധകമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പോഴും സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അസത്യമെന്ന് നമുക്കറിയാവുന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. പിന്നെ നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അത് ധിക്കാരപൂർവ്വം വളച്ചൊടിക്കുകയും നാം പറഞ്ഞത് ശരിയാണെന്ന് കാണിക്കാൻ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. നമ്മളിൽ ഓരോരുത്തരും ആഴത്തുള്ള മാനസിക പരിവർത്തനം കൊണ്ടുവരിക എന്നതാണ് പ്രാധാന്യം. വ്യത്യസ്തമായ ഒരു സമൂഹം രൂപപ്പെടുത്താൻ ഇത് അത്യാവശ്യമാണ്. മനുഷ്യനും തമ്മിലുള്ള തികച്ചും വ്യത്യസ്തമായൊരു ബന്ധം അധാർമികതയിൽ അധിഷ്ഠിതയുമല്ലാത്ത ഒരു മാനുഷിക ബന്ധം, അതാവണം നമ്മുടെ ലക്ഷ്യം. ഇതിന് പലപ്പോഴും തടസ്സമാവുന്നത് ശീലങ്ങളാണ്. ശീലങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുന്നു. എത്ര പരിഷ്കരിച്ചാലും എത്ര സൂക്ഷ്മമായാലും അത് ആഴത്തിൽ സ്ഥാപിതമാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സൂചിപ്പിച്ചതുപോലെ എളുപ്പം പൊട്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പിടിയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് അതിനെ നല്ലതാക്കി മാറ്റുക. അതിനായി ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തകളുടെ 80% ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അർത്ഥവത്തായ സംഭാഷണങ്ങൾ ഏർപ്പെടുന്നതിനും നിങ്ങളുടെ മുന്നിൽ സമയം അനുവദിക്കുന്നതായി നീക്കിവെക്കുക. 10% ഭൂതകാലത്ത് നിന്ന് പഠിക്കാൻ നീക്കിവെക്കുക. ബാക്കിയുള്ള 10 നിങ്ങളുടെ ഭാവി ആസൂത്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുക. തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിനും സൂത്രവാക്യം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ആനന്ദകരമാകട്ടെ. നമുക്കും മനുഷ്യരാകാം.